ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റോസ്മേരി വെച്ചിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതായിരുന്നു കാണിച്ചിരുന്നത്. ഇന്ന് ഞാൻ റോസ്മേരിയും പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഞാൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഉലുവയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഈ കാണിക്കാൻ പോകുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. അടുത്ത ഞാൻ ആഡ് ചെയ്യുന്നത് കരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് കരിഞ്ജീരകം അതുപോലെ ഇടുന്നതിനേക്കാളും ഇങ്ങനെ പൊടിച്ചിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ പൊടിയായിട്ട് തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതും 50 ഗ്രാമാണ്. അടുത്ത ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ റോസ്മേരിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ റോസ്മേരി വാട്ടർ ഉണ്ടാക്കണേ കാണിച്ചിരുന്നു. ബിഗ്സയുടെ ആ ബ്രാൻഡിൻ്റെയാണ്. അത് ഞാൻ 50 ഗ്രാം അളവിലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് ആഡ് ചെയ്യുന്നത്. റോസ്മേരിയും ഗ്രാമ്പു എന്ന് പറയുന്ന നല്ല കോമ്പിനേഷനാണ് മുടി വളരാൻ വേണ്ടിയിട്ട്. അടുത്തതായി ഇതിലേക്ക് ഞാൻ ആവണക്കെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ല കട്ടിയായത് കൊണ്ട് തന്നെ ഈ ആവണക്കെണ്ണ എടുക്കുന്നതിനേക്കാളും കൂടുതൽ അളവിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കണം. കോക്കനട്ട് ഓയിൽ തന്നെ വേണം എന്നില്ല. നിങ്ങൾക്ക് ഒലീവ് ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത്, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഏത് വേണോ നമുക്ക് ആഡ് ചെയ്യാം. ആവണക്കെണ്ണ എന്തായാലും മസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ പെപ്പർമിൻറ്റ് ഓയിലാണ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഡ്രോപ്സ് മതിയാവും, ഒരു 5-6 ഡ്രോപ്സ് അത്രയും മതിയാവും. ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം നമ്മൾ ഏതെണ്ണയാണോ രണ്ടാമത് എടുത്തിട്ടുള്ളത് അത് വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എണ്ണ നമ്മൾ മിക്സിങ്ങിന് ശേഷം കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഹെയറിലോട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മുടി ഫ്രണ്ടിലോട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്ത്, അതായത് ഇൻവേർഷൻ മെത്തേഡ് എന്ന് പറയും, അങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ മുടി നീളം ഇല്ലാത്തതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മേലെ നമുക്ക് ആവശ്യമുള്ള എണ്ണ വെച്ച് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്, എല്ലാവർക്കും അത് അറിയാമായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എണ്ണയുടെ ലുക്കാണ്. ഈ ഒരു കളറിലായിരിക്കും നമുക്ക് എണ്ണ കിട്ടണേ. ഒരു 2 ആഴ്ചയെങ്കിലും വച്ചിരുന്നാലേ ഇതെല്ലാം നല്ലപോലെ ഊറി ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് യൂസ് ചെയ്യണതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അളവിൽ എടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി യൂസ് ചെയ്യാം. ഡബിൾ ബോയിലിംഗ് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന് മേലെ നമ്മുടെ ഹെയർ ഓയിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. അതിനെയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയണത്. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് എല്ലാവരും യൂസ് ചെയ്യുക. ഇത് റോസ്മേരി യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ലുക്കാണ് ഇതതിന് ശേഷമുള്ളത്. അപ്പം മുടി നല്ല ഇടതൂർന്ന് വളരും. അനുഭവം കൊണ്ട് പറയണതാണ്, യൂസ് ചെയ്ത് നോക്കുക.